നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. കേരളത്തിലേക്ക് തൊഴിൽ തേടിയെത്തുന്നവരിൽ ക്രിമിനലുകളും. ഓൺലൈൻ തട്ടിപ്പ് കണ്ണൂരിൽ 4 പേർക്ക് പണം നഷ്ടമായി. മട്ടന്നൂരിൽ കഞ്ചാവ് വേട്ട, 2 കിലോ കഞ്ചാവ് പിടികൂടി. ലോക സൗഹൃദ ദിനത്തിൽ വൃക്ഷത്തൈ കൈമാറ്റവുമായി ഹരിത കേരള മിഷൻ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. മറ്റു സംസ്ഥാനങ്ങളിൽ ക്രിമിനൽ കേസുകളിൽപ്പെട്ടവരും കേരളത്തിൽ അതിഥി തൊഴിലാളികളായി എത്തുന്നുണ്ടെന്ന് പോലീസിന്റെ റിപ്പോർട്ട്. ഇത്തരത്തിലുള്ള 1368 പ്രതികളെ കേരള പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മറ്റു സംസ്ഥാനങ്ങളിലുള്ളവർ പ്രതികളാകുന്ന കേസുകൾ കൂടി വരുന്നുണ്ട്. 2 വർഷം കൊണ്ട് മോഷണ കേസുകൾ 3 ഇരട്ടിയോളമാണ് കൂടിയത്. കൊലപാതകം അടക്കമുള്ള കൊടും ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നവരുടെ എണ്ണവും കൂടി. ജയിലുകളിലും ഇതര സംസ്ഥാനക്കാർ കൂടി വരികയാണ്. കേരളത്തിലെത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. എന്നാൽ പോലീസിന്റെയും തൊഴിൽ വകുപ്പിന്റെയും കണക്കിൽപ്പെടാത്ത ഒട്ടേറെ പേർ സംസ്ഥാനത്തുണ്ട്. സംസ്ഥാനത്ത് 4.26 ലക്ഷം അതിഥി തൊഴിലാളികളുടെ വിവരങ്ങളാണ് പോലീസ് സ്റ്റേഷനിലുള്ളത്. ഈ വിവരങ്ങൾ അതത് സ്ഥലത്ത് പോലീസ് സ്റ്റേഷനുകളെ ഡാറ്റാബേസുമായി ഒത്തുനോക്കും. ഈ പരിശോധനയിലാണ് കേസുകളിൽ പ്രതികളായവരെ കണ്ടെത്തിയത്. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഗുണ്ടാ സംഘങ്ങൾക്കും ഇവരുണ്ടെന്ന വിവരങ്ങൾ പോലീസിനുള്ളത്. കണ്ണൂർ ജില്ലയിൽ ഓൺലൈൻ തട്ടിപ്പ് കേസുകളിലെ 4 പേർക്ക് പണം നഷ്ടമായി. സംഭവത്തിൽ സൈബർ പോലീസ് കേസെടുത്തു. മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിൽ നടന്ന തട്ടിപ്പിൽ കൂത്തുപറമ്പ് സ്വദേശിക്ക് 2 ലക്ഷം രൂപ നഷ്ടപ്പെട്ടത്. ആർടിയുടെ പേരിൽ വാട്സപ്പിൽ എത്തുന്ന വാഹന ചലാനിലെ ആപ്ലിക്കേഷൻ ഫയൽ വഴിയാണ് തട്ടിപ്പ് നടത്തിയത്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് വിവരങ്ങൾ കൈമാറിയതോടെ പണം നഷ്ടമാവുകയായിരുന്നു. ജോലി വാഗ്ദാനം ചെയ്ത തട്ടിപ്പിൽ കൂത്തുപറമ്പ് സ്വദേശിക്ക് 10,478 രൂപയാണ് നഷ്ടമായത്. വാട്സപ്പ് വഴി ജോലി വാഗ്ദാനം നൽകിയ വിവിധ ചാർജുകളുടെ പേരിലാണ് തട്ടിപ്പ് നടത്തിയത്. പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്ത് വളവട്ടണം സ്വദേശിയിൽ നിന്ന് 7,555 രൂപയും തട്ടി. ടെലഗ്രാം വഴിയായിരുന്നു തട്ടിപ്പ്. ഓൺലൈൻ വഴി ലോൺ നൽകാമെന്ന് പറഞ്ഞ് പാനൂർ സ്വദേശിയിൽ നിന്ന് 2,000 രൂപയും തട്ടിച്ചു. ലോൺ ലഭിക്കാനുള്ള ചാർജുകൾ എന്ന് പറഞ്ഞാണ് പണം തട്ടിയത്. ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയ മാധ്യമങ്ങളിലൂടെയുള്ള സൈബർ തട്ടിപ്പുകളിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അജ്ഞാത അക്കൗണ്ടുകളിൽ നിന്നും വരുന്ന മെസ്സേജുകളോട് പ്രതികരിക്കരുതെന്നും പോലീസ് അറിയിച്ചു. ഓൺലൈൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് ഇരയാവുകയോ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്താൽ 1930 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയും പോലീസിനെ വിവരം അറിയിക്കാം. പരിപൂർണ സാക്ഷരതയിലേക്ക് അക്ഷരജ്ഞാനം പകരാനൊരുങ്ങി NSS വളണ്ടിയർമാർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിൽ സാക്ഷരതാ മിഷൻ നടപ്പിലാക്കുന്ന ന്യൂ ഇൻ ദ ലിറ്ററസി പ്രോഗ്രാമിന്റെ ഭാഗമായി 5000-ഓളം NSS വളണ്ടിയർമാർ സാക്ഷരതാ പ്രവർത്തനത്തിന് ഇറങ്ങുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, തീരദേശങ്ങൾ തുടങ്ങിയവർ കൂടുതലായി ഉള്ള ജില്ലകളിലെ സാക്ഷരതാ നിരക്കിന്റെ കുറവ് പരിഹരിച്ച് കേരളത്തെ പരിപൂർണ സാക്ഷരതയിൽ എത്തിക്കാനുള്ള യജ്ഞത്തിന്റെ ഭാഗമാക്കുകയാണ് NSS വിദ്യാർത്ഥികൾ. ദേശീയ സാക്ഷരതാ മിഷന്റെ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലയിലെ 8,000 പേരെ സാക്ഷരരാക്കി മാറ്റാനാണ് തീരുമാനം. നിലവിൽ 97.8% കണ്ണൂർ ജില്ലയിൽ സാക്ഷരത നിരക്ക്. ഇത് 100% എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി കണ്ണൂർ യൂണിവേഴ്സിറ്റി കീഴിലുള്ള കോളേജുകളിലെ NSS പ്രോഗ്രാം ഓഫീസർമാർക്കും പരിശീലനം നൽകി. കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ് സർവീസ് ഡയറക്ടർ ഡോക്ടർ സുജിത്ത്, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷാജു ജോൺ, NSS ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ KP നിതീഷ് എന്നിവരാണ് ജില്ലയിലെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. മട്ടന്നൂർ നാലാങ്കേരി സ്വദേശിയിൽ നിന്നും മട്ടന്നൂർ പോലീസ് 2 കിലോ കഞ്ചാവ് പിടികൂടി. വിൽപ്പനയ്ക്കെത്തിച്ച കഞ്ചാവാണ് മട്ടന്നൂർ സ്വദേശി പാറക്കണ്ടി ഹൗസിൽ ഷിഹാബ് 38 നിന്ന് പിടികൂടിയത്. മട്ടന്നൂർ 8 ഭാഗങ്ങളിൽ ആവശ്യക്കാർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്നവരിൽ പ്രധാന കണ്ണിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. മട്ടന്നൂർ ഇൻസ്പെക്ടർ അനിൽ എമ്മിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ലിനേഷ് CP, സിവിൽ പോലീസ് ഓഫീസർമാരായ ധനേഷ് KV, ജാബിർ ഇബ്നു, മുഹമ്മദ് റിച്ചിൽ P, വിജിൽ മോഹൻ, രതീഷ് K, ഷംസീർ അഹമ്മദ്, ഹാരിസ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ലോക സൗഹൃദ ദിനമായ ആഗസ്റ്റ് 3-ന് സുഹൃത്തുക്കൾ തമ്മിൽ വൃക്ഷത്തൈകളുടെ കൈമാറൽ പരിപാടിയുമായി ഹരിത കേരള മിഷൻ. സൗഹൃദം മഹാവൃക്ഷമായി വളരട്ടെ എന്ന ആശയവുമായി ഒരു തൈ നടാം ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സൗഹൃദ ദിനത്തിൽ അനുബന്ധ ദിവസങ്ങളിലോ നടക്കുന്ന പരിപാടിയിൽ സംസ്ഥാനത്തെ സ്കൂളുകൾ, കലാലയങ്ങൾ, ഓഫീസുകൾ, സ്ഥാപനങ്ങൾ, വായനശാലകൾ, ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ, കുടുംബശ്രീ, അയൽക്കൂട്ടങ്ങൾ, മാധ്യമ സ്ഥാപനങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ സുഹൃത്തുക്കൾക്ക് നട്ടുവളർത്താൻ വൃക്ഷത്തൈകൾ പരസ്പരം കൈമാറിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് സൃഷ്ടിച്ച പച്ചത്തുരുത്തുകളുടെ അന്ന് തൈകൾ നടും. പുതിയ നിരവധി പച്ചത്തുരുത്തുകൾക്കും അന്ന് തുടക്കം കുറിക്കും. പരിസ്ഥിതി പുനഃസ്ഥാപനം, നെറ്റ് സീറോ കാർബൺ കേരളം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് പരിപാടി. കുട്ടികളിൽ പരിസ്ഥിതി സ്നേഹം വളർത്തുന്നതിനും ചങ്ങാതിക്കൊരു തൈ പരിപാടിയിലുള്ള വൃക്ഷത്തൈ കൈമാറ്റം ലക്ഷ്യമിടുന്നുണ്ട്. ചങ്ങാതിയുടെ പേരിൽ മണ്ണിലൊരു തൈ നട്ട് പരിപാലിക്കുന്നതിലൂടെ മണ്ണും മനുഷ്യനും തമ്മിലുള്ള ജൈവബന്ധവും സുഹൃത്തുക്കൾ തമ്മിലുള്ള ആത്മബന്ധവും മഹാവൃക്ഷം പോലെ വളരട്ടെ എന്ന് സന്ദേശം കൂടി കുട്ടികളെത്തും. 2025 സെപ്റ്റംബർ 30-നകം 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു തൈ നടാം ക്യാമ്പയിൻ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. ഇതിനകം 21 ലക്ഷത്തിലധികം തൈകൾ നട്ടുകഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ,
കുടുംബസംഘങ്ങൾ, അയൽക്കൂട്ടങ്ങൾ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി, സോഷ്യൽ ഫോറസ്റ്റ് വിഭാഗം തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ വ്യാപകമായി വൃക്ഷത്തൈ ഉൽപാദനവും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി നടക്കുമെന്ന് ഹരിത കേരള മിഷൻ വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ ടി എൻ സീമ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്ത ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.